മായുള്ള ആചാരങ്ങൾക്ക്. എന്നാൽ അരുണാചലം പോലുള്ള ഇതേപോലുള്ള മണ്ണുകൾ എപ്പോഴും സൂര്യനെയും ചന്ദ്രനെയും നമ്മുടെ രണ്ട് നാഡീ വ്യവസ്ഥകളെയും നമ്മുടെ സൂക്ഷ്മയിലുള്ള പ്രാണനെ മുകളിലേക്ക് ഉയർത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്രാണപ്രതിഷ്ഠാപനമാണ് ഇവിടെയൊക്കെ നടന്നിരിക്കുന്നത്. ഇതാര് ചെയ്തതാണ് പ്രതിഷ്ഠ എന്നൊന്നും അറിയില്ലെങ്കിൽ പോലും ഇന്നും ഏകദേശം ഇത്രയും 2000 വർഷങ്ങളുടെ പഴക്കം നിൽക്കുമ്പോഴും ഊർജത്തിനൊരു കുറവുമില്ലാതെ വളരെ തീവ്രമായി നിൽക്കുന്നു. നമ്മുടെ ഊർജ ശരീരം എപ്പോഴും ഉണർത്താൻ അതിനൊരു ക്ഷേത്രധ്യാനം വളരെ അത്യാവശ്യമായി വരും. അതിനിതേപോലുള്ള ക്ഷേത്രങ്ങൾ നമുക്ക് ഗുണം ചെയ്യും. പലരും പറഞ്ഞല്ലോ, ഭക്തിക്ക് പലപ്പോഴും യുക്തി ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് യുക്തിപൂർവം ചിന്തിക്കാതെയും ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. വിഗ്രഹാരാധന ഒരു മണ്ടത്തരമായി തോന്നാം, പക്ഷേ അതിൽ വലിയ സ്വാധീനമുണ്ട്. നമുക്കൊരു ഊർജത്തെ എന്തിലും നിക്ഷേപിക്കാൻ കഴിയും. ഒരു ലിംഗം നിസ്സാരമല്ല. ഒരു കുണ്ഡലിനി ഉയർന്ന് ഭ്രൂമധ്യത്തിൽ പോലും ഒരു ലിംഗം തെളിഞ്ഞു വരും. ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്, വെറുതെ അല്ല. അപ്പം നോക്കുമ്പോൾ അതിലെല്ലാം വലിയ സത്യമുണ്ട്. ഇതൊരു മനോഹരമായ സ്ഥലമാണ്. ഇപ്പോൾ എൻ്റെ ഒരു 41 ദിവസത്തോളം ഞാൻ ഇവിടെ നിന്ന് 3-4 ദിവസം വിട്ടുമാറി നിന്നെങ്കിലും ബാക്കിയുള്ള സമയമൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു. നമുക്ക് ആത്മീയപരമായി നിങ്ങളെ അലട്ടുന്ന ഒരു ആത്മീയപരമായ എന്തെങ്കിലും ഒരു ഉണർവുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. ഉറപ്പായിട്ടും ആത്മസാക്ഷാത്കാരം സംഭവിച്ചിരിക്കും. നമസ്കാരം.